തൊട്ടടുത്ത വീടുകളുണ്ട്, പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. 11:30 മണിക്ക് സമയത്ത് ഇത് മുകളിൽ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞപ്പം പിന്നെ തൊട്ടടുത്ത് വീടുകളുണ്ട്, 2-3 വീടുകളുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ കിടന്നിട്ടുണ്ടാവും. അപ്പം പിന്നെ ഇയാള് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് ഇഷ്ടം പോലെ സമയം 4 മണി വരെ എങ്ങാനും അയാൾ അതിൻ്റെ ഉള്ളില് തങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം പിന്നീട് തിരിച്ചു പോകുന്നത് CCTV കാണുന്നത് 4 മണിക്ക് ശേഷമാണ്. അവര് പിറ്റേന്നും ഇവിടെ ഇല്ല. പിറ്റേന്ന് വൈകുന്നേരമാണ് അവരുടെ മധുസൂദനന്റെ മകനും മകന്റെ ഭാര്യയും ഭാര്യാമാതാവിന്റെ അച്ഛൻ ഹോസ്പിറ്റലായിട്ട് അവിടെ പോയതായിരുന്നു അവർ രാത്രി. അതിനുശേഷമാണ് ഈ കള്ളൻ കയറിയിരിക്കുന്നത്. അതിനുശേഷം അവർ തിരിച്ചു വരുന്നത് അതിനടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരം 11 മണിക്കാണ്. അപ്പോഴാണ് അവർ വിവരം അറിയുന്നത്. അതുവരെ ആരും ആ വീട്ടിലേക്ക് പ്രവേശിച്ചിട്ടുമില്ല. പിന്നെ വിളിച്ചു നോക്കണമെങ്കിൽ മൊബൈൽ ഫോണുകളുള്ളത് കൊണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. പക്ഷെ വീടുകളിൽ ഒരു ബന്ധമില്ലായിരുന്നു. പിന്നെ ആരും ഇട്ട് കണ്ടിട്ടുമില്ല. ബാക്കിൽ ആയതുകൊണ്ടും മുകളിലായതുകൊണ്ടും തുറന്നു കിടക്കുന്നത് ആരും കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ എല്ലാവരും എല്ലാ ഭാഗവും അങ്ങനെ ശ്രദ്ധിച്ചോളൊന്നുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.